ഇതേപോലെ തുണികളുടെ എഡ്ജ് ലോക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളഞ്ഞും പുളഞ്ഞൊക്കെ പോകാറുണ്ട്. എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധമുണ്ട്. ഇതേ കണ്ടില്ലേ, സ്റ്റിച്ചിങ് പഠിക്കാൻ തുടങ്ങിയവർക്കാണ് ഇത് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അപ്പോൾ ഒരു എളുപ്പ വിദ്യ ഉണ്ട് അതിന് വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു സോപ്പിൻ്റെ കവറോ കട്ടിയുള്ളൊരു കടലാസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിസിറ്റിംഗ് കാർഡും ഇതേപോലെ 3 ആക്കിയിട്ട് മടക്കി കൊടുക്കുക. ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാട്ടാ. ഇതേപോലെ 2 ആക്കി മടക്കിയിട്ട് സോപ്പിൻ്റെ കവർ കയറ്റിയപ്പോൾ അത് ലൂസായിപ്പോയി. 3 ആക്കി കഴിഞ്ഞപ്പോൾ അത് ഒട്ടും കയറാത്ത അവസ്ഥയായിപ്പോയി. ഇതേപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് ഞാൻ 3 ആക്കിയിട്ട് മടക്കി വെച്ചപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നത് കണ്ടില്ലേ. ഇതാണ് ഇതിൻ്റെ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഉള്ളിലേക്ക് കയറിപ്പോവുകയും ചെയ്യരുത്, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ടൈറ്റായിട്ട് ഇരിക്കുകയും വേണം. ഇപ്പോൾ അതേ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ക്ലോത്ത് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എഡ്ജ് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കാം. ഡബിൾ ടേപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വിരൽ വെച്ചേക്കുന്ന സ്ഥലത്ത് ഡബിൾ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ തുണി പിടിക്കാതെയാണ് അടിക്കണേന്നാണ് ഇവിടെ കാണിക്കണത്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തുണിയുമ്പോൾ പിടിക്കാതെ അടിച്ചതൊന്നും ആദ്യം നല്ല കറക്റ്റായിട്ടൊന്നും വന്നെന്ന് വരില്ല കേട്ടോ. പേപ്പറിൻ്റെ തിക്നെസ് ശ്രദ്ധിക്കണോട്ടോ, അല്ലെങ്കിൽ ഇതേപോലെ തുണിയുടെ കൂടെ കടലാസും കൂടി തയ്ച്ചു വെക്കേണ്ടി വരും.